ചരിത്രപുരുഷനും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ക്രിസ്തു യേശുവിനെതിരായി തൂലികയെ പടവാളാക്കി ജോസഫ് ഇടമറക് എന്ന നാസ്തികൻ രചിച്ച ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതിക്ക് ഒരു ഖണ്ഡനം പറയാനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഈ പുസ്തകത്തിനൊരു ഖണ്ഡനത്തിൻ്റെ ആവശ്യകത? രവിചന്ദ്രൻ എന്ന യുക്തിവാദി ഇടമറകായി പുനർജനിച്ച് തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ക്രിസ്തുവിൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്കെതിരായി ശക്തമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇവർക്കെല്ലാം പ്രചോദനമായിട്ടുള്ള നാസ്തിവാദത്തിൻ്റെ അപ്പോസ്തോലനായ ജോസഫ് ഇടമറകിൻ്റെ ഈ വിവാദകൃതിക്ക് ഖണ്ഡനം പറയാൻ എനിക്കൊരു പ്രേരണ ഉണ്ടായത്. ആരാണ് ജോസഫ് ഇടമറക്? ഇടുക്കി ജില്ലയിലെ ഒരു പുരാതന ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. കേരള യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി, ലോക നാസ്തിക സംഘം വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അലങ്കരിക്കുകയും ഒരു കാലത്ത് മലയാളക്കരയിൽ, ഇന്ത്യയിൽ, ലോകത്തിൽ യുക്തിവാദത്തിൻ്റെ കൊടുങ്കാറ്റായി അടിച്ചുകയറിയ വ്യക്തിയാണ് ജോസഫ് ഇടമറക്. ഒരു കാലത്ത് ജോസഫ് ഇടമറക് ഒരു സുവിശേഷ പ്രസംഗകനും സൺഡേ സ്കൂൾ അധ്യാപകനുമായിരുന്നു. തൻ്റെ 19ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു ഒരു മനുഷ്യൻ എന്ന പുസ്തകം എഴുതി. ആ പുസ്തകം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ സഭ ജോസഫ് ഇടമറകിനെ സഭയിൽ നിന്നും പുറത്താക്കി. എങ്ങനെയാണ് ജോസഫ് ഇടമറക് യുക്തിവാദത്തിലേക്ക്, നാസ്തികവാദത്തിലേക്ക് തിരിഞ്ഞത്? ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ താൻ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അദ്ദേഹത്തോടൊരു സംശയം ചോദിച്ചു. എങ്ങനെയാണ് യേശുക്രിസ്തു എന്ന ഒറ്റ വ്യക്തി മരിക്കുമ്പോൾ ലോകത്തിലെ സർവ്വ മനുഷ്യർക്കും പാപമോചനം ലഭിക്കപ്പെടുന്നത്? അപ്പോൾ ദൈവശാസ്ത്രപരമായ മറുപടി ജോസഫ് ഇടമറക് കൊടുത്തുവെങ്കിലും ആ കുട്ടി ആ ക്ലാസ്സിൽ വെച്ച് ഉന്നയിച്ച ആ ചിന്ത തൻ്റെ ഹൃദയത്തിൽ വളരെ സംശയങ്ങൾക്കും ദൈവവചനത്തെയും ദൈവശാസ്ത്രത്തെയും അവിശ്വസിക്കത്തക്ക നിലയിലുള്ള ചിന്തകൾ തൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്തു. തനിക്കുണ്ടായ സംശയം താൻ അവിടെയുള്ള ഒരു ബൈബിൾ പണ്ഡിതനോട് അറിയിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ടു, 3 ദിവസം ഉപവസിക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ ഉപവാസം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായ ഒരു നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക്
ജോസഫ് ഇടമറക് കടന്നു കഴിഞ്ഞിരുന്നു. ഒരുപക്ഷേ ആ ബൈബിൾ പണ്ഡിതൻ ദൈവശാസ്ത്രത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും കാതലായ സത്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ ജോസഫ് ഇടമറക് എന്ന യുക്തിവാദി ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. ഇവിടെ സുവിശേഷകരോട്, പാസ്റ്റർമാരോട്, അച്ഛന്മാരോട് എൻ്റെ ഒരു അഭ്യർത്ഥന, ദൈവവചനത്തെ അതിൻ്റെ ആധികാരികതയിലും അതിൻ്റെ ചരിത്ര സത്യങ്ങളും ദൈവശാസ്ത്രത്തിൻ്റെ ആഴങ്ങളും വചനത്തിൻ്റെ കാതലായ ഉപദേശ സത്യങ്ങളും പുത്തൻ തലമുറയ്ക്ക് അതിൻ്റെ രീതിയിൽ ആധികാരികമായി നാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഇനിയും ഒരുപക്ഷെ ആയിരക്കണക്കിന് ജോസഫ് ഇടമറകുമാരുടെ പുനർജനനം നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ജോസഫ് ഇടമറകിൻ്റെ കൃതിയിലൂടെ യേശുക്രിസ്തു കേവലം കെട്ടുകഥയാണെന്നും കേവലം അമ്മക്കഥയാണെന്നും കിഴവിക്കഥയാണെന്നും സ്ഥാപിക്കുകയാണ് ആ ഗ്രന്ഥത്തിലൂടെ ജോസഫ് ഇടമറക്. ആ ഗ്രന്ഥത്തിൽ ക്രിസ്തു യേശുവിനെതിരായി ഉന്നയിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾക്ക് പാർട്ടായി മറുപടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു മുഖവുരയാണ് ഈ എപ്പിസോഡ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കേവലം പത്രോസിനെ പോലെ മത്സ്യബന്ധന തൊഴിലാളിയായ പത്രോസും മറ്റൊരു മത്സ്യബന്ധന തൊഴിലാളിയായ യോഹന്നാനുമൊക്കെ മാത്രമായിരുന്നോ യേശുവിനെ പിൻപറ്റിയത്, യേശുവിനെ അംഗീകരിച്ചത്? അല്ല എന്നുള്ളതാണ് എൻ്റെ പരന്ന വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ലോകത്തിലെ മുന്തിയ ഇനം മസ്തിഷ്കത്തിൻ്റെ ഉടമയായ ഐസക് ന്യൂട്ടൻ, ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൻ, ശാസ്ത്രത്തിൻ്റെ പുതുയുഗ പിറവികൾക്ക്, കുതിച്ചുചാട്ടങ്ങൾക്ക് വിലപ്പെട്ട സംഭാവന നൽകിയിട്ടുള്ള സാർ ഐസക് ന്യൂട്ടൻ, അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗകനും ബൈബിളിലെ 2 പുസ്തകങ്ങൾക്ക്, ദാനിയേലിൻ്റെ പുസ്തകവും ബൈബിളിലെ ഒടുക്കത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിനും അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, ബൈബിളിനെക്കുറിച്ച് അല്ലെങ്കിൽ ബൈബിളിനു വേണ്ടി ഒരു നിഘണ്ടുവും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ യേശു ഒരു കിഴവിക്കഥയാണെങ്കിൽ, കെട്ടുകഥയാണെങ്കിൽ, അമ്മുമ്മക്കഥയാണെങ്കിൽ, ലോകത്തിലെ മുന്തിയ ഇനം മസ്തിഷ്കത്തിൻ്റെ ഉടമയായ സാർ ഐസക് ന്യൂട്ടനെ പോലുള്ള വ്യക്തികൾ ക്രിസ്തുവിനെ അംഗീകരിക്കുമായിരുന്നോ? ബൈബിളിനെ പ്രഭാഷണത്തിന് ഉപയോഗിക്കുമായിരുന്നോ? അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സാർ ഐസക് ന്യൂട്ടൻ്റെ പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം ഇങ്ങനെയുണ്ട്: ദൈവപ്രേരണയാൽ മനുഷ്യൻ എഴുതിയ ബൈബിൾ ദൈവവചനമെന്ന അടിസ്ഥാനപരമായ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ ചരിത്രത്തിൻ്റെ ആധികാരികതയ്ക്കും ബൈബിളിൻ്റെ ചരിത്രത്തിൻ്റെ ആധികാരികതയ്ക്കും ഐസക് ന്യൂട്ടൻ്റെ
ഈ അഭിപ്രായത്തിലൂടെ അടിവരയിടുകയാണ്. മറ്റൊരു ശാസ്ത്രജ്ഞനാണ് വൈദ്യുതിയുടെ പിതാവെന്നറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡെ. AD 791 ഇംഗ്ലണ്ടിൽ ജനിക്കുകയും ഏകദേശം 20 വർഷം ഒരു സഭയുടെ പാസ്റ്ററായിരുന്നു ഈ മൈക്കിൾ ഫാരഡെ. തൻ്റെ സമ്പാദ്യം വേദപുസ്തക സംബന്ധിച്ച പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും ലഘുലേഖകൾ അടിച്ചു വിതരണം ചെയ്യുവാനും സുവിശേഷ സംബന്ധമായ കാര്യങ്ങൾക്ക് ചിലവിടാനും തൻ്റെ സമ്പത്ത് ഉപയോഗിക്കുന്നതിൽ വളരെ ആനന്ദം കണ്ടെത്തുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്തു ഈ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ. അപ്പോൾ യേശു ഒരു കിഴവിക്കഥയാണെങ്കിൽ, കെട്ടുകഥയാണെങ്കിൽ, ഒരു സങ്കല്പമാണെങ്കിൽ, ആരുടെയെങ്കിലും മസ്തിഷ്കത്തിൽ തോന്നിയ ഒരു സങ്കല്പമാണെങ്കിൽ, ഈ മൈക്കിൾ ഫാരഡയെ പോലുള്ള പ്രസിദ്ധ ശാസ്ത്രജ്ഞന്മാർ അവരുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി നീക്കിവെക്കുമോ? ഒരിക്കലും അല്ല. മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ജെയിംസ് നിപ്സൺ, ക്ലോറോഫോം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഒരിക്കൽ ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് ഒരു കൂട്ടം ശാസ്ത്ര വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, നിങ്ങളുടെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്താണ്? ഈ ജെയിംസ് നിപ്സൺ പറഞ്ഞു, ഒരു ക്രിസ്മസ് രാത്രിയിൽ ഞാൻ ഒരു പാപിയെന്നും എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്നും ആ രക്ഷകനെ ഞാൻ ക്രിസ്തുവിലൂടെ കണ്ടെത്തി, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ക്ലോറോഫോം കണ്ടുപിടിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ മറ്റേതെങ്കിലും കണ്ടെത്തലുകളേക്കാൾ താൻ കൂടുതൽ വിശ്വസിക്കുകയും ആഹ്ലാദം കണ്ടെത്തുകയും ചെയ്തത് യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നതിലൂടെ ആയിരുന്നു. അപ്പോൾ യുക്തിവാദികൾ, നാസ്തികവാദികൾ, നിരീശ്വരവാദികൾ ചിന്തിക്കുക, ഇത്തരത്തിലുള്ള ഒരു വ്യക്തി യേശു ഒരു സങ്കല്പമായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു വയ്ക്കുമായിരുന്നോ? ഇല്ല എന്നുള്ളതാണ്. ഇനിയും നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാർ അവർ ക്രിസ്ത്യാനികളോ ദൈവവിശ്വാസികളോ ആയിരുന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോയുടെ സമയം ചുരുക്കം കൊണ്ട് ഒന്നും മറ്റു ശാസ്ത്രജ്ഞന്മാരിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തിലെ വിപ്ലവ ചിന്തകൾക്ക് പുത്തൻ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ള, ലാറ്റിൻ അമേരിക്കയുടെ നല്ല നാളുകൾ സ്വപ്നം കണ്ട, അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരായി എന്നും പ്രതിഷേധത്തിൻ്റെ ശബ്ദമുയർത്തിയ ഹ്യൂഗോ ഷാവോസ്, വെനിസ്വേലയുടെ ഭരണാധികാരി, അദ്ദേഹം പ്രഖ്യാപിച്ചത് എൻ്റെ ഈ ലോകത്തിലെ വഴികാട്ടി ഫിദൽ കാസ്ട്രോയും എൻ്റെ പരലോകത്തിലെ വഴികാട്ടി സാക്ഷാൽ ക്രിസ്തുവും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ യേശു ഒരു കെട്ടുകഥയാണെങ്കിൽ ഹ്യൂഗോ ഷാവോസിനെ പോലുള്ള ചിന്തകന്മാർ, ഇടതുപക്ഷ ചിന്തകന്മാർ ഒരിക്കലും യേശുവിന് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കത്തില്ലായിരുന്നു. ജോസഫ് ഇടമറകിൻ്റെ നിലപാടുകൾ തന്നെ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. ഇപ്പോൾ ഒന്ന് പറയുകയും പിന്നെ മാറ്റിപ്പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ജോസഫ് ഇടമറക്. ഒരിക്കൽ തേരാളി എന്ന മാസികയിൽ അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തു വിപ്ലവകാരി എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ തേരാളി എന്ന മാസികയിൽ അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുകയല്ല, കഴിവേറ്റുകയായിരുന്നു. മറ്റൊരിക്കൽ മാതൃഭൂമിയിൽ പറഞ്ഞു, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് AD 29 പറഞ്ഞു. 19-ാം വയസ്സിൽ അദ്ദേഹം പറഞ്ഞു,
യേശുക്രിസ്തു ഒരു മനുഷ്യനെന്ന് പറഞ്ഞു. അപ്പോൾ ഇടമറഹിൻ്റെ ആശയങ്ങൾക്കും ചിന്തകൾക്കും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പോലെ പരിണാമിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാന്തമായിരുന്നു, ആശയമായിരുന്നു സാക്ഷാൽ ജോസഫ് ഇടമറകിൻ്റെത്. പ്രസിദ്ധ ചരിത്രകാരനായ H.G. വെൽസ് പറയുന്നു, മനുഷ്യവംശത്തിൻ്റെ ചരിത്രം സത്യസന്ധമായി രേഖപ്പെടുത്തണമെങ്കിൽ നസ്രയത്തിൽ നിന്നുള്ള ദരിദ്രനായ ഗുരുവിന് കിടയറ്റം സ്ഥാനം കൊടുക്കാതെ സാധ്യമല്ല. അപ്പോൾ യേശുക്രിസ്തു ഒരു കിഴവിക്കഥയായിരുന്നുവെങ്കിൽ ലോകത്തിലെ മുന്തിയ മസ്തിഷ്കത്തിൻ്റെ ഉടമയായ സർ ഐസക് ന്യൂട്ടനും വൈദ്യുതിയുടെ പിതാവായ ആ അനുഗ്രഹീതനായ ശാസ്ത്രജ്ഞനും ജെയിംസ് നിപ്സണും മൈക്കിൾ ഫാരഡയും H.G. വെൽസുമൊക്കെ അതുപോലെ തന്നെ ഹ്യൂഗോ ഷാവേഴ്സുമൊക്കെ യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരതയെ അംഗീകരിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവരെല്ലാം യേശുക്രിസ്തുവിനെ അംഗീകരിച്ചത് യേശുക്രിസ്തു ഏതെങ്കിലും വ്യക്തിയുടെ, സാഹിത്യകാരന്മാരുടെ അവർ രൂപപ്പെടുത്തിയെടുത്ത ഒരു സാങ്കല്പിക വ്യക്തിയോ പുരുഷനോ അല്ല. യേശുക്രിസ്തു ചരിത്ര പുരുഷനായതുകൊണ്ടാണ്, യേശുക്രിസ്തു കെട്ടുകഥയല്ലാത്തത് കൊണ്ടാണ്, യേശുക്രിസ്തു അമ്മുമ്മക്കഥയല്ലാത്തത് കൊണ്ടാണ് യുക്തിവാദികൾ ജോസഫ് ഇടമറകിൻ്റെ ഈ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കളയാതെ ലോകത്തിലെ ഞാൻ ഈ പറഞ്ഞ അവരുടെ നിലപാടുകളിലൂടെ, അവരുടെ ആശയങ്ങളിലൂടെ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള ചരിത്ര സംഭവങ്ങൾ പഠനവിധേയമാക്കി ജോസഫ് ഇടമറകിൻ്റെ തോന്നലുകളും ഈ വിഷലിപ്തമായ ചിന്തകളും തള്ളിക്കളഞ്ഞ് ക്രിസ്തുവിൻ്റെ ചരിത്രപരതയെ അംഗീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗത്ത് ജോസഫ് ഇടമറകിൻ്റെ അദ്ദേഹം എഴുതിയ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകം. ഈ പുസ്തകത്തിലൂടെ യേശുക്രിസ്തുവിനെ ഒരു കിഴവിക്കഥയാക്കി, കെട്ടുകഥയാക്കി പരാമർശിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തോന്നലുകൾക്കും അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾക്കും ചരിത്രത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും ഒക്കെ പിൻബലത്തിൽ ഒരു ഖണ്ഡനം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.